വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ അടുത്ത CSIR ഫിസിക്സ് പരീക്ഷയുടെ ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലേ? എല്ലാവരും അറിഞ്ഞു കാണും. ഡിസംബർ 18-ാം തീയതിയാണ് പരീക്ഷ. അപ്പോൾ ഞാൻ ഈ ഡേറ്റ് അറിഞ്ഞതിന് ശേഷം ലൈവ് ക്ലാസ്സിൽ എൻ്റെ കുട്ടികളോട് ഞാൻ ചോദിച്ചു, അവർ എങ്ങനെയുണ്ട് ഈ പുതിയ തീരുമാനം എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഇടുത്തി പോലെ ആയിപ്പോയി എന്നാണ് അവരെന്നോട് പറഞ്ഞത്. കാര്യം ഇടുത്തിയൊക്കെ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഞാനും ഇത് എക്സ്പെക്ട് ചെയ്തത് ജനുവരിയിലാണ് കേട്ടോ. കാരണം ജൂലൈ 28-ന് എക്സാം നടന്നു, ജനുവരി അവസാനമാകുമ്പോഴത്തേക്കും ഇതിൻ്റെ എക്സാം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവർ ഒരു മാസമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം കട്ട് ചെയ്ത് അവർ ഡിസംബറിലേക്ക് ഇട്ടു. കാരണം അത് എനിക്ക് തോന്നുന്നു CSIR ഇനി മുതൽ ഈ ടൈം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഷെഡ്യൂളിലേക്ക്, പഴയ ഷെഡ്യൂളിലേക്ക് തന്നെ CSIR തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ തീരുമാനത്തിലൂടെ മനസ്സിലായത്. നേരത്തെ ജൂണിലും ഡിസംബറിലുമായിട്ട് ഫിക്സഡ് ആയിട്ട് നടന്നിരുന്ന പരീക്ഷകൾ കുറച്ച് നാളായിട്ട് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പോൾ ആ തീരുമാനങ്ങളിൽ നിന്നെല്ലാം ഒരു മാറി കറക്റ്റായിട്ട് ജൂണിലും ഡിസംബറിലും ഇനി മുതൽ എക്സാം നടക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത്തവണ ഡിസംബർ 18-നാണ് എക്സാം. പതിവ് പോലെ തന്നെ അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 3 കാറ്റഗറിയിലേക്കാണ് എക്സാം നടക്കുക. JRF, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ഫോർ PhD. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കാറ്റഗറി ആയിട്ട് വന്നിരിക്കുക ഇപ്രാവശ്യവും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 3 അവർ, ഞാനൊന്നും യാതൊരു മാറ്റവുമില്ല. നമ്മുടേത് ഏത് ഷിഫ്റ്റാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പറയും. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക. പിന്നെ സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 24 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. നിങ്ങൾ ഒക്ടോബർ 24-ാം തീയതി രാത്രി 10 മണിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങരുത്, ദയവ് ചെയ്ത്. കാരണം ഈ അവസാന ദിവസമൊക്കെ ആകുമ്പോഴത്തേനും സൈറ്റിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സ്ഥിരമായി വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. എന്തായാലും നമ്മൾ പരീക്ഷ എഴുതണം. അപ്പം ആദ്യമേ തന്നെ ഇത് അപ്ലൈ ചെയ്ത് ആ പണി അങ്ങ് തീർത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ പിന്നെ കറക്ഷൻസ് ഇൻ ആപ്ലിക്കേഷൻ ഫോം ത്രൂ വെബ്സൈറ്റ് 27 ടു 29 ഒക്ടോബർ. അപ്പോൾ കറക്ഷൻസ് ഒന്നും വരുത്താതെ തന്നെ, അങ്ങനത്തെ ചടങ്ങ് പരിപാടികളിലേക്കൊന്നും പോകാതെ തന്നെ ആദ്യമേ തന്നെ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ പരിപാടിയൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠനത്തിലേക്ക് മാത്രമായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഏകദേശം ഒരു മാസം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തെ നഷ്ടം നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു കാര്യം മേക്കപ്പ് ചെയ്യും എന്നുള്ളത് നമ്മൾ തീവ്രമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നും സീരിയസ് ആയിട്ടുള്ള ഒരു വിചിന്തനം ആവശ്യമാണ്. കാരണം നമുക്ക് ഒരു മാസം നഷ്ടപ്പെട്ടു. ഈ ഒരു മാസം നഷ്ടം എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമുക്ക് ഇനി ലോഡ് കൂട്ടിയേ പറ്റൂ, സ്പീഡ് കൂട്ടിയേ പറ്റൂ. ഓക്കെ, അപ്പം ഈ ലോഡ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാനാവാത്ത, എടുത്താൽ പോകാത്ത ലോഡ് തരിക എന്നുള്ളതല്ല ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേസിൽ പോയാൽ പോരാ, കുറച്ചുകൂടി സ്പീഡിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം പഠനം നമുക്ക് ഡിസംബർ 18-ന് എക്സാം ആണെങ്കിൽ ഡിസംബർ 17-ന് നമ്മൾ പഠനം തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഡിസംബർ 10 കൊണ്ട് നമ്മുടെ പഠനം തീർക്കുക. 10 മുതൽ 18 വരെ, അല്ലെ 17 വരെ ആ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ മോഡൽ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഫൈനൽ എക്സാമിലേക്ക് പോകാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഇനി മുതൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് കംപ്ലീറ്റ് ആയി. ഇനി ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നമ്മൾ കയറും. അതും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ വീക്ക്ലി ട്വൈസ് ആയിട്ടുള്ള മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് എണ്ണം കൂട്ടണം. കാരണം കൂടുതൽ ടോപ്പിക്സുകൾ ഇൻക്ലൂഡ് ചെയ്യണം. എങ്കിലേ നമുക്ക് നമ്മുടെ പഠനം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ എക്സാം ഫോക്കസ് ബാച്ച്, നമ്മുടെ JRF വിക്ടറി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻസ് ഉടനെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ബാച്ചിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ തന്നെ പഠിച്ചാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സമയത്ത് പഠിച്ച് തീരില്ല. നമ്മൾ കൂടുതൽ എത്ര അധ്വാനിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ അധ്വാനം ഫോക്കസ്ഡ് ആയിരിക്കില്ല. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള പഠനമല്ലായിരിക്കും നമ്മൾ തന്നെ പഠിക്കുമ്പോൾ നടക്കുന്നത്. കാരണം നമുക്ക് പ്രോബ്ലംസിൻ്റെ റിസോഴ്സ് കുറവാണ്.
ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു എക്സാം ഒന്നുമല്ല. പിൻ പോയിൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ് നമുക്ക് വേണ്ടത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കോച്ചിങ്ങിലൂടെ മാത്രമേ നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. കോച്ചിങ് വേണ്ടാത്ത ആൾക്കാർ അവർ MSc പഠിക്കുന്ന സമയത്ത് തന്നെ അവർ ഇത് പാസ്സായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പാസ്സാകാത്ത ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ MSc പഠനം കൊണ്ട് നമുക്ക് നെറ്റ് പാസ്സാവില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ശരിയല്ലേ? നമ്മൾ ഇത് പാസ്സാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ MSc പഠിക്കുന്ന സമയത്തെ നമുക്ക് എന്തുകൊണ്ട് പാസ്സായിക്കൂടായിരുന്നു? അപ്പം നമ്മൾ MSc കൊണ്ട് നമ്മുടെ പഠനം ഫോക്കസ്ഡ് ആയില്ല. CSIR പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് എത്തിയില്ല എന്നുള്ളതൊരു തെളിവാണത്. സോ അതുകൊണ്ട് ഇനിയും തന്നെ പ്രിപ്പറേഷൻ എന്നുള്ള ഒരു രീതി ഒഴിവാക്കി കോച്ചിങ്ങിലേക്ക് വന്ന്, കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടും റിലേ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മളോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റിസോഴ്സസും നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീക്ക്ലി 2 എക്സാമുകളാണ് നമ്മൾ നടത്തുന്നത്. ബാക്കി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് ഒറ്റ എക്സാമേ നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ വീക്ക്ലി 2 എക്സാമുകൾ, പിന്നെ ഓരോ മാസവും ക്യൂമുലേറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഈ ക്യൂമുലേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മറന്നു പോകാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ക്യൂമുലേറ്റീവ് എക്സാം ഉപകരിക്കും. പിന്നെ ഓരോ ദിവസത്തെയും ടൈം ടേബിളുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഇത്ര കാര്യങ്ങൾ കാണണം, ഇത്ര കാര്യങ്ങൾ പഠിക്കണം, ഇത്ര വീഡിയോസ് നിങ്ങൾ കാണണം, ഇത്ര അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യം അത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ മോഡൽ എക്സാമുകളുണ്ട്. ഇഷ്ടംപോലെ മോഡൽ എക്സാംസ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കയറി കഴിഞ്ഞു. കാരണം അവസാന നിമിഷം നമുക്ക് സമയമില്ല ഇതിനുവേണ്ടി ഓടാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈസ് റെഡി ടു ഹെൽപ്പ് യു. സോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ CSIRനെ സംബന്ധിച്ച് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കാളും ഉപരി നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പ്രോബ്ലംസ് മാത്രമാണ് നമ്മളതിൽ സോൾവ് ചെയ്യുന്നത്. നിങ്ങളോട് ഇന്ന പോർഷൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് അതിനെ സംബന്ധിക്കുന്ന പ്രോബ്ലംസാണ് നമ്മളവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും ആ പോർഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. സോ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പഠനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വിജയം നിങ്ങൾക്ക് ഉറപ്പാക്കാം. സോ ഇനി സമയം ഒട്ടും കളയാനില്ല. ഡിസംബർ 18-നാണ് നമ്മുടെ പരീക്ഷ. നിങ്ങൾ പഠിക്കുന്നവർ കാണും അല്ലേ? MSc പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ MSc പഠിക്കുന്നവരുണ്ട്, B.Ed പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഞാനിവരെ എല്ലാവരും തുല്യമായിട്ടാണ് കാണുന്നത്. ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ മിനിമം ഒരു 10 മണിക്കൂറെങ്കിലും ഇപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് സമയം മാറ്റി വെക്കണം. ഇപ്പോൾ 10 മണിക്കൂർ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവർ 10 പോരാ, അതിൽ കൂടുതൽ സമയം നിങ്ങൾ 20 മണിക്കൂർ പഠിച്ചാലും കുഴപ്പമില്ല. കാരണം 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ബാക്കി സമയം മുഴുവൻ ഇരുന്ന് പഠിക്കുക. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ബാക്കി MSc പഠിക്കുന്നവർ അല്ലെങ്കിൽ B.Ed പഠിക്കുന്നവർ അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് ഒരു 10 മണിക്കൂർ 11 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി തന്നെ പഠിക്കാൻ നിങ്ങൾ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം ഡെഡിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ ഇതിനു വേണ്ടി എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെങ്കിൽ റിസൾട്ടും കുറവായിരിക്കും. അതിന് യാതൊരു തർക്കവും വേണ്ട. അപ്പം 10 മണിക്കൂർ പുസ്തകത്തിന് മുന്നിൽ ഇരുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ ആപ്പ് തുറന്നു വെച്ചു വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നു, അങ്ങനെ ആ വഴി അങ്ങ് പോയി, ഇൻസ്റ്റാഗ്രാം വഴി, ഫേസ്ബുക്ക് വഴി, സ്നാപ്ചാറ്റ് വഴി പോയി തിരിച്ചു വരുമ്പോഴത്തേനും നമ്മുടെ സമയം തീരും. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാതെ കംപ്ലീറ്റ് ആയിട്ട് പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, പഠനത്തിൽ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ പഠിക്കാതെ ഇത് റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടിയല്ല. നമ്മൾ കണ്ണടച്ച് പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പാസ്സാവുന്ന ഒരു പരീക്ഷയുമല്ല. ഇതിൻ്റെ ഡിഫിക്കൽട്ടിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. പക്ഷേ കൂടുതൽ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് യാതൊരു സംശയവും വേണ്ട. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഊർജിതമായിട്ട് പഠിക്കുക.
ഇപ്പം വളരെ സീരിയസ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. ഇനി സമയം നമുക്ക് ഒട്ടും വേസ്റ്റ് ചെയ്യാനുമില്ല. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, എല്ലാ പോർഷൻസും കൃത്യമായി പഠിച്ചു കൊണ്ടുപോവുക, മാത്തമാറ്റിക്കൽ ബേസിക്സ് വളർത്തിയെടുക്കുക, ന്യൂമറിക്കൽ എബിലിറ്റി കൾട്ടിവേറ്റ് ചെയ്യുക, എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്തു നോക്കണം. ഏതൊരു പ്രോബ്ലം കിട്ടിയാലും അത് ചെയ്യാനുള്ളൊരു മനക്കരുത്ത് ആദ്യമേ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അല്ല പ്രോബ്ലമാണ് എനിക്കത് വേണ്ട എന്നൊരു ഒരു അവേർഷനാണ് പ്രോബ്ലത്തോടെങ്കിൽ നമുക്ക് റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. എല്ലാ പോർഷൻസും നമ്മൾ ആപ്പിൽ തന്നിരിക്കുന്ന ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ എല്ലാ പോർഷൻസും സ്ട്രിക്റ്റായിട്ടും നിങ്ങൾ പഠിക്കണം. അതിനകത്തുനിന്ന് ഇനി വെട്ടിക്കുറയ്ക്കാനില്ല. നിങ്ങൾ ആ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് അതിൻ്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ടൈം ടേബിളിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ ആ സമയത്ത് കൃത്യം രീതിയിൽ ചെയ്യുക. അസൈൻമെൻറ്റുകൾ വെക്കേണ്ടത് കൃത്യം അസൈൻമെൻറ്റ് ചെയ്യുക. വർക്കൗട്ട് ആക്ടിവിറ്റീസ് ഡെയിലി തരുന്നുണ്ട്, അതും കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ദിവസേന നിങ്ങൾക്കുണ്ട്. ആ ലൈവ് ക്ലാസ് എന്ത് വില കൊടുത്തും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒരു ദിവസം പോലും ലൈവ് ക്ലാസ് മിസ്സാക്കരുത്. ഇപ്പം നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ അഭിമാനം തോന്നിയൊരു കാര്യമുണ്ട്. ഒരു കുട്ടി പഠിക്കുന്ന ഒരു പുള്ളിക്കാരിയുടെ ആശുപത്രിയിലാണ്, കുഞ്ഞാശുപത്രിയിലാണ്. അപ്പോൾ ആശുപത്രിയിലിരുന്ന് ഫോണിൽ പുള്ളിക്കാരിക്ക് എഴുതാനൊന്നും പറ്റത്തില്ല. കുഞ്ഞു കൊച്ചാണ്. ആ കൊച്ചിനെയും കൈ പിടിച്ച് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, നമ്മുടെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്ക് എഴുതാനൊന്നും പറ്റത്തില്ല, ഞാൻ ക്ലാസ് കേൾക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയെങ്കിലും അത്രയെങ്കിലും ആത്മാർത്ഥത നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. സോ നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ ഒരെണ്ണം പോലും മിസ്സാക്കാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഒരൊറ്റ എക്സാം പോലും നിങ്ങൾ എഴുതാതെ വിടരുത്. നിങ്ങൾക്ക് വീക്കിലി 2 എക്സാം ഉണ്ട്, രണ്ടും സെയിം അല്ല. ബുധനാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് എക്സാം ഉണ്ട്. ഇപ്പോൾ ബുധനാഴ്ചയും ഞായറാഴ്ചയും ഉള്ള എക്സാം നിങ്ങൾ സ്ട്രിക്റ്റായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം. ഒരു ശക്തിക്ക് പോലും നിങ്ങൾ ആ എക്സാം എഴുതുന്നതിന് തടയാൻ പറ്റരുത്. മനസ്സിലായോ? സോ വളരെ സീരിയസ് ആയിട്ട് എക്സാമിന് വേണ്ടി പഠിച്ച് ഒരുങ്ങി നിങ്ങൾ പോയി എക്സാം എഴുതണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന വിധത്തിൽ നിങ്ങൾ വളരും. സോ അതുകൊണ്ട് നമ്മൾ പറയുന്ന ആ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും JRF കൂടി ഡിസംബറിൽ നിങ്ങൾക്ക് പാസ്സാവാം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈസ് റെഡി ടു ഹെൽപ്പ് യു. സോ നമ്മുടെ ലോങ് ടേം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഉടനെ തന്നെ ക്ലോസ് ചെയ്യും. സോ പഠനം സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഡിസംബറിൽ വിജയിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ പഠിക്കുക. സോ നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠനം കൂടുതൽ ഈസി ആക്കാനും കുറേ കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കാനും നമ്മുടെ ഈ ആപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ആപ്പ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പം യൂസ് ചെയ്തവരൊക്കെ നല്ല അഭിപ്രായമാണ് നമ്മുടെ പുതിയ ഇൻ്റർഫേസിനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പഠനത്തെ അത് കൂടുതൽ എൻഹാൻസ് ചെയ്യുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മുടെ UGC CSIR നെറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കുമൊക്കെ ഒന്ന് എത്തിക്കുക. കാരണം ഇതിലൂടെ നമ്മുടെ പഠന സംബന്ധമായിട്ടുള്ള CSIR UGC സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ നിങ്ങളെ ഉപകരിക്കും. അതുകൊണ്ട് പഠനം സീരിയസ് ആയിട്ട് കൊണ്ടുപോവുക. എല്ലാ കാര്യത്തെക്കാളും ഉപരി നിങ്ങളുടെ പഠനത്തെ സീരിയസ് ആയിട്ട് കാണുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ ഡിസംബറിൽ നമുക്ക് നല്ലൊരു വിജയം ആഘോഷിക്കാൻ പറ്റണം. ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കാൻ. സോ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.